ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തെ മഴയിൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ദുബായിലുള്ള ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ സ്പേസിൽ സംഭവിച്ചത്, കാറുകളെല്ലാം ഇങ്ങനെ താന്നു പോയി. ഒരു JCB അതുപോലെ മണ്ണിൻ്റെ അടിയിലേക്ക് ഒരു വിള്ളൽ പോലെ ഉണ്ടായിട്ട് ഒറ്റ മഴയിൽ സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി കാണിച്ചു തരാമെന്ന്. എന്താ, ആ JCB പൊക്കിയെടുക്കുക, ക്രെയിൻ വന്നിട്ട് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. എല്ലാ ബിൽഡിങ്ങിൻ്റെയും മുകളിൽ നിന്നും അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ അത് നോക്കാനായിട്ട് പോയിട്ടുണ്ട്. വണ്ടികളൊക്കെ ഓടി തുടങ്ങി, എല്ലാം നോർമലായി. ഇന്ന് ഇപ്പോൾ 2 ദിവസം മുമ്പാണ് കേട്ടോ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പിറ്റേ ദിവസം തന്നെ അത് ഇടണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നടന്നില്ല. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനത് ഇട്ടേക്കുവാണേ. അത് ക്രെയിൻ വന്നു, അത് പൊക്കിയെടുത്ത് ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ച് നമുക്ക് അത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്ന സ്പേസ് പോലും അല്ല. അങ്ങനെ ആ 3 വാഹനങ്ങളും അതുപോലെ തന്നെ പൊക്കിയെടുത്തു. എല്ലായിടത്തും മണ്ണ് വലിച്ചിട്ട് നികത്തി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ എത്ര ദിവസം പിടിക്കും, എത്ര നാളിതിങ്ങനെ കിടക്കും. റോഡ് വരെ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി നല്ല വൃത്തിയാക്കും. ഫോട്ടോ എടുക്കാനായിട്ട് എത്രയോ പേരാണെന്നറിയാമോ വന്നത്. ഞാനതെല്ലാം എൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. അത് വലിയ അഗാധമായൊരു കിടങ്ങാട്ടോ. അതിൻ്റെ ആ ചങ്ങല കൊണ്ട് അതിനെ ബന്ധിച്ചിട്ട് അതിനെ പൊക്കിയെടുത്ത്. എത്ര മനുഷ്യരുടെ അധ്വാനം, എന്തെല്ലാം ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയതല്ലേ. എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. കാരണം ഞാനത് ഫുള്ള് നോക്കി നിന്നു. ഞങ്ങളുടെ റൂമിനകത്ത് നിന്ന് നോക്കിയാലും ഇത് കാണാൻ പറ്റും. കണ്ടോ, ഇഷ്ടംപോലെ പേരിങ്ങനെ വന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ചുറ്റും മുഴുവനും ബിൽഡിങ്സാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഒരു മണ്ണ് മാത്രമായിട്ട് പാർക്കിംഗ് ഏരിയയാണ്. കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് ബുക്ക് എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും കേട്ടോ.